ഇന്ന് ഞങ്ങൾ കാസർഗോഡ് നെയ്പത്രയാണ് ഉണ്ടാക്കുന്നത്, അതായത് നെയ്പത്തിരി. ഇത് എൻ്റെ അമ്മ ഞങ്ങൾക്ക് കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു മോഡലാണ് ഞങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായി 2 കപ്പ് പച്ചരി അരമണിക്കൂർ കുതിർത്ത് വെക്കുക. അതിനുശേഷം നന്നായി കഴുകി ഒരരിപ്പയിൽ ഇതുപോലെ വെക്കുക. പിന്നീട് ഒരു മിക്സി ജാറിൽ 1 കപ്പ് തേങ്ങയും ഒരു ചെറിയ സവാളയും 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. കൂടുതൽ നൈസായി അരയേണ്ട ആവശ്യമില്ല. ഒരു പുട്ടുപൊടി തരിയുടെ ആ ഒരു വലിപ്പത്തിൽ അരഞ്ഞാൽ മതി. വേറെ വെള്ളം ചേർക്കേണ്ടത് ആവശ്യമില്ല. ഇതിൽ സവാളയിൽ നിന്ന് തന്നെ വെള്ളം നമുക്ക് വരുന്നതായിരിക്കും. നമുക്ക് അതിനെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയ ബോളുകളാക്കി മാറ്റാം. അതിനുശേഷം അതിനെ ഒരു വെള്ള തുണിയിൽ ഇതുപോലെ വെച്ച് അതിനെ തുണിയുടെ മറ്റേ ഭാഗം കൊണ്ട് ഇതുപോലെ മൂടി വെച്ച് ഒരു ചെറിയ പ്ലേറ്റ് കൊണ്ട് നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഈ വലിപ്പത്തിൽ കിട്ടും. അതിനുശേഷം നമ്മളതിനെ കൈകൊണ്ട് ഇതുപോലെ എടുത്ത് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇടുക. വേറെ രൂപത്തിലും ഈ മാവ് ഉണ്ടാക്കാം. അതിനായി ഒരു 2 ഗ്ലാസ് പച്ചരി മാത്രം ആദ്യം നമ്മൾ പൊടിച്ചെടുക്കുക. അതിനുശേഷം സവാളയും ജീരകവും തേങ്ങയും വേറെ അരച്ച് ചേർത്ത് കുഴച്ചാൽ നമുക്ക് അതുപോലെ കിട്ടും. വേറൊരു രീതിയിൽ നമുക്ക് വറുത്ത പുട്ടുപൊടിയും വറുത്ത പത്തിരിപ്പൊടിയും കൂടി ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. നമുക്ക് തിരിച്ചു മറിച്ചും നന്നായിട്ട് കോരിയെടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്ന കാണാം ഫസ്റ്റ് നമ്മൾ വെച്ച ഉടനെ തന്നെ. അപ്പം നമ്മളൊന്ന് കയ്യിലുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് പാത്രത്തിൻ്റെ സൈഡിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ എണ്ണ പോകാൻ വേണ്ടി പിടിക്കുക. അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ സവാളയുടെയും ജീരകത്തിൻ്റെയും നല്ല മണവും ടേസ്റ്റുമുള്ള നമ്മുടെ കാസർഗോഡ് നെയ്പത്ര റെഡി.